അത് മാത്രല്ല അത് പിടിക്കുന്നില്ല അടിയില്, പെട്ടെന്ന് പിടിക്കില്ല. മറ്റത് പാത്രത്തിന് ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ പിടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ചേച്ചി കൂടുതലും ഈ മേക്ക് ചെയ്യുക ഇതിൽ തന്നെയാ, ഇങ്ങനത്തെ ഒരു ഇതിലാണോ, അതെ പാത്രത്തിൽ അതെ തന്നെയാണോ full? അതെ. ഇപ്പൊ പായസം ഇതേ നമുക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ആതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിലേക്ക് ആതിരയുടെ ഫേവറേറ്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സേമിയോ എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് എന്റെ ഫേവറേറ്റ് ചെറീസ് ആണ്. ഒരു ചെറി നമുക്കതിന് ചെറിയുടെ അളവിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ചേച്ചി വെച്ച പായസം എങ്ങനെയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു മിക്സ് പായസം നോക്കുന്നത് കേട്ടോ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പായസം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് പായസം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കഴിക്കുമ്പോ ഇങ്ങനെ ആ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ കടിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. എന്തായാലും രാത്രി ഇതിനകത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പായസമാണ്. ഈ ഓണത്തിനൊരു വെറൈറ്റി, എന്തായാലും വെറൈറ്റി ആയിട്ട് ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒരു പായസം ട്രൈ ചെയ്യുക. ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നന്നായിട്ടുണ്ട്.